ഹായ് ഓൾ വെൽക്കം ടു ഷിബോഹം ദ മൈൻഡ് ഹീലർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നൊരവസ്ഥ. ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു ബന്ധത്തിൽ നിന്ന് ഒരു വിക്ടിമിന് ലഭിക്കാവുന്ന ഒരു അവസ്ഥയാണ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ. എന്താണ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്? നിങ്ങളെപ്പോഴെങ്കിലും പൂർണ്ണമായിട്ടൊരു നിശബ്ദത അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പാർട്ട്ണറുടെ കയ്യിൽ നിന്ന്? അപ്പോൾ ഒരു നിമിഷം ഒരു സമയം നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തി വളരെ ശരിയാണ്, കംഫർട്ടാണ്, എനിക്ക് അത്രയും നല്ലൊരു ബന്ധമാണെന്ന് തോന്നുന്നു. അടുത്ത നിമിഷം നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കൂടി കടന്നു പോകേണ്ട ഒരു അവസ്ഥ വരും. ടെക്സ്റ്റ് മെസ്സേജസ് ഇല്ല, വാട്സപ്പ് മെസ്സേജസ് ഇല്ല, കോളില്ല, നോ മോർ എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല, വെറും സൈലൻസ് മാത്രം. ചോദിക്കുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിചിതമാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വിക്ടിമാണ് നിങ്ങളെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു നാർസിസ്റ്റ് എത്ര കാലം നിങ്ങൾ അവഗണിക്കും? എപ്പോഴെങ്കിലും ഈ ബന്ധം നേരെയാവോ, ടോക്സിക് ആയിട്ടുള്ള ബന്ധം എപ്പോഴെങ്കിലും നേരെയാവോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പലർക്കും റിലേഷൻഷിപ്പ് കോച്ചിങ് ചെയ്യുന്ന സമയത്ത് പലരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. അപ്പം കൃത്യമായിട്ടൊരു ഉത്തരമില്ലാത്തൊരു ബന്ധം, ഞാനിതിൽ നിൽക്കണോ പോകണോ എന്നറിയാത്തൊരു ബന്ധം. ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അവഗണിക്കുന്നതിനപ്പുറത്തേക്ക് കൂടുതലാണ്. അതായത് ഒരു വ്യക്തി ആശയവിനിമയം, സ്നേഹം അല്ലെങ്കിൽ അംഗീകാരം ഇതെല്ലാം മനഃപൂർവ്വം പിൻവലിക്കാം. അപ്പോൾ അതായത് നമുക്കിപ്പോൾ ഒരു ബന്ധം ആ വ്യക്തിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അവർ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ അത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിൽ ഈ വ്യക്തി യാതൊരു തരത്തിലും നിങ്ങൾക്ക് ഒരു ഉത്തരം തരില്ല. അപ്പോൾ മനഃപൂർവ്വം ആ വ്യക്തി എല്ലാ കമ്മ്യൂണിക്കേഷനും പിൻവലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതൊരു ഇമോഷണൽ മാനിപ്പുലേഷൻ ആണെന്നുള്ള സത്യം മനസ്സിലാക്കുക. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ശിക്ഷ തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇത് തന്നെയാണ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അവർ വീണ്ടും അവരുടെ കമ്മ്യൂണിക്കേഷൻ വിത്ഡ്രോ ചെയ്യുന്നു. പിന്നെ യാതൊരു തരത്തിലും ഒന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കതിന് റിപ്ലൈ ലഭിക്കുന്നില്ല. ഓക്കെ, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, സ്റ്റേജസ് ഒന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷെ പെട്ടെന്നൊരു നാൾ അവർ നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അത്ര നാൾ നിങ്ങളുടെ സ്റ്റാറ്റസോ കാര്യങ്ങളോ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല കേട്ടോ. മനഃപൂർവ്വം നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പെട്ടെന്നൊരു നാൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നു, നിങ്ങൾക്കൊരു ഹായ് അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, സുഖമാണെന്ന് ചോദിക്കുന്നു. അവർ വീണ്ടും റിട്ടേൺ വരുന്ന സമയത്ത് ഇത്രയും നാളും എവിടെയായിരുന്നു എന്നതിന് നിങ്ങൾക്ക് യാതൊരു സൂചനയും അവർ തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കില്ല. അഥവാ നിങ്ങൾ ചോദിച്ചാൽ തന്നെ അതിനെന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറും. അതായത് അവരുടെ തിരിച്ചു വരവ് ഇത്രയും നാളും യാതൊന്നും സംഭവിച്ചില്ലായിരുന്നു എന്ന പോലെ ആയിരിക്കും അവർ റിട്ടേൺ വരുന്നുണ്ടാവുക. അതായത് ഈ ഒരു സമയത്തുണ്ടാകുന്ന സെപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ചിലപ്പോൾ ആഴ്ചകളായിരിക്കാം, ദിവസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം ചിലപ്പോൾ. പക്ഷേ അത്രയും നാളും നിങ്ങൾ മാറിയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് അത് നിങ്ങളെ അറിയിക്കാത്ത തരത്തിലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനൊരു കാര്യം സംഭവിച്ചെന്ന് തോന്നാത്ത തരത്തിലായിരിക്കും അവർ നിങ്ങളടുത്ത് വന്ന് ബിഹേവ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ സ്വയം സംശയിക്കും, അയ്യോ ഇതെന്താ ഈ വ്യക്തി ഇങ്ങനെ, ഇത്രയും നാളും ഞാൻ അനുഭവിച്ചൊന്നും ഒന്നുമല്ലാതായി പോയല്ലോ എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഇതെൻ്റെ ഭാഗത്തായിരുന്നോ മിസ്റ്റേക്ക്? അപ്പോൾ അങ്ങനെയുള്ള തോന്നലുണ്ടാവും. വീണ്ടും നിങ്ങളെ ആ ഒരു ലൂപ്പിലേക്ക് പിടിച്ച് വലിച്ചിട്ടതിന് ശേഷം ആ വ്യക്തി വീണ്ടും ഡിസപ്പിയർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പഴയ അതേ സിറ്റുവേഷൻ, അതേ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. പെട്ടെന്നൊരു നാളായിരിക്കും ഇത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളെ വിട്ടിട്ട് പോകുന്നുണ്ടാവാം. അപ്പോൾ ഒന്നുകിൽ അവർ അവരുടെ പവർ തെളിയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളെ അവരുടെ പിന്നാലെ നടക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവരിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ ചോദ്യം ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഈ ഒരു സിറ്റുവേഷൻ ഇമോഷണൽ അബ്യൂസ് ആണെന്നുള്ള സത്യം തിരിച്ചറിയാം. ഇത്തരം വ്യക്തികൾ എപ്പോഴും അവർ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. തൻ്റെ പാർട്ട്ണർ എപ്പോഴും തൻ്റെ കൺട്രോളിൽ വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർ ഇഗ്നോർ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ കാര്യത്തെ നിങ്ങൾ ചോദ്യം ചെയ്തു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരും. ഓക്കെ, അപ്പോൾ അതായത് പലപ്പോഴും അത് ഒരു ഫിസിക്കൽ അബ്യൂസിനേക്കാൾ കൂടുതൽ
മെൻ്റൽ അബ്യൂസ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. കാരണം അവർ പല തരത്തിലും പണിഷ് ചെയ്യും. ഓക്കെ. അപ്പം മിണ്ടാതിരുന്നിട്ട് പണിഷ് ചെയ്യുന്നൊരവസ്ഥ. ഓക്കെ. ഇത് മിക്കവാറും ഇത്തരത്തിലുള്ള ടോക്സിക് പാർട്ട്നേഴ്സിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇമോഷണൽ അബ്യൂസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലായിരിക്കും. അതായത് നമ്മുടെ മദർ, ഫാദർ, പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ബന്ധം നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ ഈ അവസ്ഥയിൽ കിടന്ന് ബുദ്ധിമുട്ടുകയും ചെയ്യും. അപ്പം ഫ്രസ്ട്രേഷൻ ശരിക്കും അവർ അവരുടെ ഫ്രസ്ട്രേഷനാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ള സത്യം മനസ്സിലാക്കുക. പക്ഷെ നമുക്കത് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമുക്ക് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും ഞാൻ എന്തോ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, അപ്പം ഞാനിതിന് സോറി പറയണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തുകൊണ്ടാണ് ഈ സെപ്പറേഷൻ എൻഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ഒരുപാട് അങ്ങ് വിഷമിച്ച് ഒരു ബുദ്ധിമുട്ടിലാവുന്ന ഒരു അവസ്ഥയുണ്ടാവും. നമ്മൾ ശരിക്കും സഫർ ചെയ്യും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ. അപ്പോൾ അവരവരുടെ ഈഗോ കട്ട് ചെയ്യാൻ ഒരിക്കലും തയ്യാറാവില്ല. ഈഗോയിസ്റ്റിക്കായിട്ട് നിൽക്കുന്ന ഇത്തരം വ്യക്തികൾ ഭീഷണിപ്പെടുത്തും പല സമയത്തും. കാരണം ഭീഷണിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ട് നെക്സ്റ്റ് ടൈം ഇതേ അവസ്ഥ ഉണ്ടാവും എന്നുള്ളൊരു ഭീഷണിയാണ് കേട്ടോ. അവർ ഡയറക്റ്റ്ലി നമുക്ക് ഭീഷണി ആയിരിക്കില്ല ചിലപ്പോൾ തരുന്നത്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യും നെക്സ്റ്റ് ടൈം ഞാൻ ഇതുപോലെ ഈ ഒരു അവസ്ഥ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഞാൻ ഏത് തരത്തിൽ നിന്നാലാണ് ഈ വ്യക്തി വീണ്ടും എന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കുക. അപ്പം നമ്മൾ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മുടെ എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. ഈ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് തന്നെ അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ ഈ വ്യക്തികൾ നിങ്ങളുടെ ലൊയാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു സത്യസന്ധത, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടാവാം. വീണ്ടും നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റുക എന്നുള്ളതായിരിക്കും. അതായത് അവരൊരു അറ്റൻഷൻ സീക്കറായിരിക്കാം. ഇത്തരത്തിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ അവരിലേക്ക് അഡിക്റ്റഡ് ആവാനും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൂടുതൽ പുകഴ്ത്തി സംസാരിക്കാനും, നിങ്ങളുടെ സ്നേഹം കൂടുതൽ എക്സ്പ്രസ് ചെയ്യിക്കാനും വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. ചില വ്യക്തികളെന്ന് പറയുന്നത് നിങ്ങളുടെ മേലെ ഒരു അധികാരം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭീഷണിയുടെ ഒരു സ്വരം. വീണ്ടും ഞാനിത് റിപ്പീറ്റ് ചെയ്യും. സോ നീ ഇത്തരത്തിൽ എൻ്റെ ഇൻസെക്യൂരിറ്റീസിനെ ചോദ്യം ചെയ്യാൻ വരരുത് എന്നുള്ളൊരു വാർണിംഗ് ആവാം അതിനകത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ചിലരിത് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഇത് ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തിയിട്ട് പറയാം. കാരണം കുട്ടിക്കാലത്ത് മേ ബി നമ്മുടെ പാരൻസ് നമുക്ക് പണിഷ്മെൻ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ്. എല്ലാവരും അല്ല കേട്ടോ. അതിനുള്ള സാധ്യത പോസിബിലിറ്റീസ് കൂടുതലാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മനസ്സിലാക്കുക ഇത്തരം വ്യക്തികളെ. ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്, റെഡ് ഫ്ലാഗാണ്. ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതത്ര എളുപ്പമല്ല. അഥവാ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഇവർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഈ പാറ്റേണിലേക്ക് നിങ്ങളെ വീണ്ടും വലിച്ചിടാൻ വേണ്ടിയിട്ട് അവർ കടന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ഒരു സോറി പറിച്ച്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസ് ഇമോഷണലി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ വീണ്ടും അതിനകത്ത് പിടിച്ചു നിർത്താനുള്ള സാധ്യത കൂടുതലാണ്. വീണ്ടും ഒരു അവസരം കിട്ടുന്ന സമയത്ത് അവരൊന്നുമല്ലാത്ത രീതിയിൽ ഇതുപോലെ എസ്കേപ്പ് ആവാനും സാധ്യത കൂടുതലാണ്. അപ്പം മേ ബി ഈ ഒരു തിരിച്ചുവരവ് എത്ര കാലഘട്ടം എടുക്കും എന്നുള്ളതാണ്. അപ്പം ചിലർ 2 ദിവസം, ചിലർ ഒരാഴ്ച, ചിലർ ഒരു മാസം, 2 മാസം, മേ ബി മന്ത്സ്, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ചിലർ അവർക്ക് വീണ്ടും നല്ലൊരു പാർട്ട്ണറെ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അവർക്ക് യാതൊന്നും ഇനി ലഭിക്കാനില്ലെന്നൊരു തോന്നലുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒന്നും പറയാത്ത രീതിയിൽ പോകാൻ സാധ്യത കൂടുതലാണ്. ഇൻ കേസ് അവർക്ക് പോയ ബന്ധത്തിൽ സംതൃപ്തിയില്ല, അല്ലെങ്കിൽ അവരാഗ്രഹിച്ച രീതിയിൽ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് വീണ്ടും അതിനേക്കാൾ ബെറ്റർ നിങ്ങളായിരുന്നുള്ളൊരു തോന്നൽ കൊണ്ട് അവർ വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ടാവാം. ചില വ്യക്തികൾ അവരുടെ പ്രസൻസ് ഇല്ലാതെ നിങ്ങൾ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു, നിങ്ങൾ ഉയർന്നു വരികയാണെന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് ഒരു അസൂയ പോലുള്ള അവസ്ഥ, അല്ലെങ്കിൽ എൻ്റെ മേലെ എൻ്റെ കൺട്രോൾ വിട്ടിട്ട് അവർ പോകുന്നു എന്നൊരു തോന്നലുണ്ടാകുന്ന സമയത്ത് വീണ്ടും തിരിച്ചു വന്ന് നിങ്ങളെ വീണ്ടും അതേ പാറ്റേണിലേക്ക് ഇട്ടിട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇവിടെ പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്. ഓരോരുത്തരുടെയും ക്യാരക്ടർ അനുസരിച്ചിട്ട് ഡിഫറൻസ് ഉണ്ടാവും. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം ബന്ധങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പാറ്റേൺ ആണെന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും എത്രയും പെട്ടെന്ന് ഹീലായി ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിൽ നിന്ന് പുറത്ത് കടന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് ഇത്തരം ബന്ധം, അത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം. ഓക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത്തരം അവസ്ഥകൾ മനസ്സിലാക്കി ഇത്തരം ആൾക്കാരിൽ നിന്ന് പൂർണ്ണമായിട്ടും അകലം പാലിച്ച് അവനവൻ്റെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ. അപ്പോൾ വീണ്ടും അവർ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിൽ നിന്നും അവരുടെ കോൺടാക്ട് നമ്പർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ വീണ്ടും ഇതേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. തിരിച്ചറിയാം. ഓക്കെ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.